ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സ്ഥലത്തെ കിണറുപണിയാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലം ഉണ്ടായിരുന്നത് ഇനിഷ്യലി. പിന്നെ പുല്ലൊക്കെ കൊത്തി വൃത്തിയാക്കി കിണറുപണി സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല രസമാണല്ലേ ഒരു കിണറുപണീൻ്റെ സ്റ്റേജ് നമുക്ക് കാണാനായിട്ട്. മെല്ലെ മണ്ണെല്ലാം കോരി വെള്ളം കാണുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇത് കുത്തി കുത്തി നമുക്ക് വെള്ളം കിട്ടുന്നത്. വെള്ളം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന വേറെ, നല്ല വെള്ളമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന വേറെ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് നമ്മളൊരു കിണർ കുത്തലൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് കിണർ കുത്തലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പല ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും കുറേശ്ശെ കുത്തിയിട്ടാണ്, കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇത് ഫുള്ളായിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ്, അതായത് കംപ്ലീഷൻ സ്റ്റേജിലെത്തിയത്. ഇതൊരു ഓർമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് വന്ന് കാണാമല്ലോ ഞങ്ങളുടെ വീടിൻ്റെ കിണർ പണി ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. പിന്നെ എൻ്റെ കുട്ടികൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ഇത് കാണാൻ പറ്റും. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ഇതിൽ തന്നെ കിടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇങ്ങനെയാണ് ആ ഒരു കിണറിൻ്റെ ഹൈറ്റ്. നോക്ക് ഇപ്പം എത്ര കോലായി നോക്ക്, 1 2 3 4 കോലായിരിക്കുകയാണ്. അപ്പം അത്രയായി, ആളെ ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ല താഴ്ചയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കിട്ടാനുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് മണ്ണെല്ലാം കോരി മൂലയിലെല്ലാം ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ വെട്ടുകല്ല് പോലത്തെ കല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസം എടുത്തു ഈ പണി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാവകാശമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ കിണർ ആയി കിട്ടിയത്. ഇതാ വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾ? അറ്റത്ത് കുറച്ച് ഇതാണ് ഞങ്ങൾ ഫൈനലി വെള്ളം കണ്ടുവിട്ടത്. ഞങ്ങൾക്ക് 7 കോലായപ്പോഴാണ് വെള്ളം കിട്ടിയത്. ഒരു ഡ്രോപ്സ് ആയിട്ടാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമാണല്ലേ ആ ഒരു കാഴ്ച. വെള്ളം പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. പിന്നെ വെള്ളം കൂടി വരികയാണ്. കുറേശ്ശെ ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഞങ്ങൾ കോല് വീണ്ടും താഴ്ത്തിയിട്ടു. 7ാമത്തെ കോലിലാണ് വെള്ളം കണ്ടത്. പിന്നെയും ഞങ്ങൾ 2 കോല് കൂടി താഴ്ത്തി 9 കോലിലാണ് നിർത്തിയത്. അപ്പോൾ പിന്നെ ഓരോ സ്റ്റേജും കാണാൻ നല്ല രസമാണല്ലേ. അത് വെള്ളം കണ്ട് വെള്ളംകളിയായി, ചെടിയായി. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെയും കോല് കുത്തി വെള്ളം കൂടുന്നത്. ആ വെള്ളം കാണുന്നുണ്ടല്ലോ. വെള്ളമൊന്നും ഫോട്ടോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ മേലുള്ള തെങ്ങിൻ്റെ വിഷ്വൽസ് ആണ് അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് വെള്ളം നിറഞ്ഞു തുടങ്ങി. പക്ഷെ അത് ക്ലിയർ ആയിട്ട് എനിക്ക് പിക്ചറൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു തെങ്ങിൻ്റെ ഇമേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതാ ഇങ്ങനെയാണ് കുറേശ്ശെ ആയിട്ടാണ് വെള്ളം വന്നത്. നല്ല രസമാണല്ലേ ഒരു എൻജോയ്മെന്റ്. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വന്തമായി ഒരു വീട് വെക്കാനും ഒരു കിണർ കുത്താനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും വീടില്ല കേട്ടോ. വീട് പണിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് വിശ്വസിക്കുന്നു, നടക്കുന്നു തന്നെ വിചാരിക്കുന്നു. എന്തായാലും കിണർ പണി പൂർത്തിയായി, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ വെള്ളം കണ്ടു, വെള്ളം കാണുമോ കാണില്ലേ എന്നുള്ളൊക്കെ ഒരു ടെൻഷനായിരുന്നു. എന്തായാലും വെള്ളം കിട്ടി. നല്ല വെള്ളമായിരുന്നു, നല്ല പ്യുവറായിട്ടുള്ള വെള്ളമായിരുന്നു. പക്ഷേ ഈ ഒരു സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു സൈഡിൽ പാറയാണ്. അപ്പോൾ പാറ പൊട്ടിച്ചാലാണ് ബാക്കി വെള്ളം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം നിൽക്കുള്ളൂ. പിന്നെ ഒരു പ്രശ്നം വന്ന് കാണുന്നുണ്ടോ, സൈഡിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഹോള് പോലെ വന്ന് മണ്ണിടിഞ്ഞു. മണ്ണിന് അത്ര കട്ടിയും ബലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മണ്ണ് മെല്ലെ ഇടിയാണ് ചെയ്തത്. കണ്ടോ, ഇവിടെ വലിയൊരു ദ്വാരം പോലെയായി. അപ്പോൾ അത് പിന്നീട് പ്രശ്നമാണ്. തൽക്കാലം അങ്ങനെ നിർത്തി ഞങ്ങൾ. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലമൊക്കെ ആയപ്പോഴേക്കും, മഴ പെയ്തപ്പോഴേക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങളത് കെട്ടാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും തനിയെ ഇടിഞ്ഞ് വീഴുന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട് വെച്ചിട്ടാണ് കെട്ടാൻ തീരുമാനിച്ചത്. കാരണം വെച്ചാൽ റിങ് ഇറക്കാമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ ഇപ്പം മണ്ണിൻ്റെ റിങ് കിട്ടുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട് വെച്ചിട്ടാണ് അത് കെട്ടാനായിട്ട്. ആ ഒരു വലിയ ദ്വാരമാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വലിയൊരു ദ്വാരം പോലെ ആയി. അത് ഒരു ദ്വാരം നമ്മൾ കെട്ടിപ്പൊക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ കാണുന്നുണ്ടല്ലോ എന്ത് വലിയൊരു ദ്വാരം നോക്കിയേ. നമ്മൾ നിൽക്കുന്തോറും പിന്നെയും മേലത്തെ മണ്ണാണ് ഇടിഞ്ഞു വരുന്നത്. കാരണം താഴെ അധികം ഇടിയാൻ പറ്റില്ല, കാരണം അവിടെ ഫുള്ള് പാറയാണ്. അപ്പോൾ മേലത്തേന്ന് മണ്ണ് ഇടിഞ്ഞു, അതായത് മഴയൊക്കെ വരുന്ന സമയത്താണ് മണ്ണ് ഇടിയുന്നത്. പിന്നെ കുറച്ചുകൂടി ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നല്ലപോലെ ഇടിച്ചിലാവില്ല, പിന്നെ അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതങ്ങോട്ട് കെട്ടി കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കെട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോ സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ആ ഒരു കെട്ടിക്കൊണ്ടിരിക്കുന്ന റിങ് ആയിട്ട് ആ ഒരു കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കല്ലാണ് ഇട്ടിരുന്നത്, കരിങ്കല്ലാണ് സൈഡിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓടും
ചരലും ചേർന്ന ആണ് അത് ഫില്ല് ചെയ്തത്. ഇങ്ങനെയാണ് ഒരു കെട്ടി കഴിഞ്ഞ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നല്ല രസമാണല്ലേ കാണാനായിട്ട്. ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് നോക്കി. നല്ല ഫ്രഷ് വാട്ടറാണ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് കിട്ടാൻ പോകുന്നത് കാരണം വെച്ചാൽ അത്രയും തെളിഞ്ഞ വെള്ളം, നല്ല ഫിൽട്ടർ ചെയ്ത് നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ് ഇനി കിട്ടാൻ പോകുന്നത്. നല്ല തണുത്ത വെള്ളമാണ്, കാരണം ഓടും പാറയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുത്ത ഫ്രഷ് വാട്ടറാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജ്. നമ്മൾ ആ ഒരു ഹോളുള്ളതിനെയും കുറച്ച് മേലെ വരെ കെട്ടി തീർത്തു. പിന്നെ അതാ വെള്ളം വന്നപ്പോഴേക്കും ഇങ്ങനെ നല്ല അടിപൊളി കുളം പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കിണർ കുത്തൽ പണി അവസാനിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.